എല്ലാവർക്കും ക്യുസിൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ഡിഷാണ്. ഇത് കർണീറ്റാസ് എന്ന് പറയും. മെക്സിക്കോയിൽ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ കർണീറ്റാസ് എന്ന് പറയുന്നത്. ഇത് വരുന്നത് സ്ലോ കുക്ക്ഡ് ആയിട്ടുള്ള പോർക്കിൻ്റെ ഷോൾഡറാണ്. നമ്മുടെ പോർക്ക് സീസൺ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മളിത് റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സീസണിങ്. അപ്പം ഇതിൻ്റെ റെസിപ്പി എന്താണെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കി ഇതിൻ്റെ കുക്കിംഗ് മെത്തേഡ് എന്താണെന്നും ഒക്കെ നമുക്ക് പോയി നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇത് ഈ ഇരിക്കുന്നതാണ് നമ്മുടെ പോർക്ക്. കണ്ടില്ലേ, ഏകദേശം നല്ല വലിയൊരു സൈസ് ഇതുണ്ടല്ലേ. ഇത് നല്ല ഒരു വലിയ സൈസിൽ നമ്മളിത് മുറിച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർക്കിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഫാറ്റും അതുപോലെയുള്ള കാര്യങ്ങളും. ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെയാണ് ഈ ഒരു കാർണിറ്റാസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ കുക്ക് ടൈം കുറച്ച് വരും, അതുമാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്. പക്ഷേ ഇത് കുക്ക് ചെയ്തെടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വേറെ ലെവലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീസണിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്നോ. ഇവിടെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളിത് ഡ്രൈ ബ്രൈൻ ചെയ്തെടുക്കാൻ, സീസണിങ് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും കൂടിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ സീസണിങ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന സീസണിങ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം. ഞങ്ങളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് സിനമൺ സ്റ്റിക്സ് ഉണ്ട്, അതുപോലെ ബേ ലീവ്സ്, അതുപോലെ തക്കോലം, കുരുമുളകിൻ്റെ അത് കാണാറുണ്ട് നമുക്ക്, അതുപോലെ ഗ്രാമ്പൂ, ഏലക്ക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീസണിങ്സ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സീസണിങ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന കാസ്റ്റ് അയണിലേക്ക് മാറ്റി കഴിഞ്ഞു. നമുക്കിത് ഉരുളിയാണെങ്കിലും എടുക്കാവുന്നതാണ്. കാസ്റ്റ് അയണോ ഉരുളിയോ ഒക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സീസൺ ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്കാണ്. ഇത് നമ്മൾ കാസ്റ്റ് അയണിലൊന്ന് സിയർ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കുക്കിംഗ് പോട്ടിലോട്ട് ഇട്ട് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് സിയർ ചെയ്യുമ്പം ഇതിനകത്ത് അധികം പോർക്ക് എടുക്കരുത്, ഇത് ക്രൗഡ് ചെയ്യരുത്. നമ്മൾ എന്തോരം വലിയ പാനാണോ അതിനനുസരിച്ച് നമ്മൾ ഒരു 4-5 എണ്ണം, ഈ പാനിന് ഒരു 4-5 എണ്ണം ഇടാം, അതിൽ കൂടുതൽ ഇടരുത്. പാൻ്റെ ഏരിയ അനുസരിച്ചുള്ള ഇതിടുക, ക്വാണ്ടിറ്റി ഇടുക, അല്ലെങ്കിൽ വെള്ളം ഇറങ്ങാതെ സൂക്ഷിക്കുക. അപ്പോൾ ഗൈസ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ച് സ്ലോ കുക്ക് ചെയ്യുകയാണ്. കണ്ടില്ലേ, വെള്ളം മുഴുവൻ ഒഴിച്ചു. ഇനി ഇത് നമ്മൾ സ്ലോ കുക്ക് ചെയ്യാനായിട്ട് വെക്കാൻ പോവുകയാണ്. നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി എത്തുന്നവരെ നമ്മളത് കുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ക്യുമിനും കൂടെ ആഡ് ചെയ്യുകയാണ്. പോർക്കിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ക്യുമിൻ ആഡ് ചെയ്യുന്നത്. ക്യുമിനും അതുപോലെ തന്നെ മുളകും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഒരു മണിക്കൂർ കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. അപ്പം നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മുടെ വേവിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോൾ 5:51 ഇനി നമുക്ക് ഇത് സ്ലോ കുക്കിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഇത് റെഡിയായി കഴിയുമ്പോൾ നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ നോക്കാവുന്നതാണ്, എന്തൊക്കെ ഉണ്ടാക്കാവുന്നതെന്ന് വെച്ച്. അപ്പോൾ നമ്മുടെ കാർണിറ്റാസ് 8:38 നമ്മൾ ഏകദേശം 5 മണി കഴിഞ്ഞപ്പോഴാണ് വെച്ചത്. അപ്പം
സ്ലോ കുക്ക്ഡായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുണ്ടല്ലേ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിക്കാം. കേട്ടോ, ഇപ്പോൾ കർണീറ്റാസ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഇവിടെ തീർന്നു. ഇനി നമുക്ക് കർണീറ്റാസും കൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കാം. സാധാരണ മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കാറുള്ളത് ടാക്കോയാണ്. അപ്പോൾ ടാക്കോ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അതൊന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്ലോ കുക്ക്ഡ് ആയിട്ടുള്ള പോർക്ക് വരുന്നത്. ആ ഒരു സോഫ്റ്റ്നെസ് നമുക്കവിടെ കാണാം. പല റെസിപ്പീസും ഉണ്ടാക്കാവുന്നതാണ്. സാധാരണ കർണീറ്റൈസും കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ടാക്കോയാണ്. ടാക്കോയെ ബൊറീറ്റോ, അതുപോലെ സാൻഡ്വിച്ച്, നമുക്ക് വേണമെങ്കിൽ ഒരു കറി പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും മസാല ഒന്ന് ആഡ് ചെയ്ത് ഇത് ചിക്കൻ കറി പോലെ വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഏതായാലും ഇന്ന് നമുക്ക് ടാക്കോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇത് കണ്ടില്ല, ഈ ഒരു കറി ടൈം കൊണ്ട് ഇന്ന് നമ്മൾ ടാക്കോ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഈ ഒരു അവസാനത്തെ 2 മിനിറ്റ് 1 മിനിറ്റ് വേണ്ടി കാണിക്കാം. അതായത് ആദ്യം നമ്മൾ പാനിൽ വെച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഒരു ടാക്കോ ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കുകയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പുട്ടിൻ്റെ അകത്ത് നമുക്ക് ഇത് മസാലയൊക്കെ ചേർത്ത് ഒരു പോർക്ക് പുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ രീതിയിൽ അടിപൊളിയായിരിക്കും. അതുപോലെ പല രീതിയിൽ നമുക്ക് ആലോചിച്ചാൽ പല ഫുഡും എന്താ ആരെങ്കിലും കണ്ടുപിടിക്കുന്ന പുതിയ പുതിയ ഫുഡുകൾ ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ പല രീതിയിലും നമുക്കിതിനെ ക്രിയേറ്റീവായിട്ട് പല രീതിയിലും നമുക്കിതിനെ ഡിസൈൻ ചെയ്യാം. അല്ലേ, ഇപ്പം നമ്മൾ മറിച്ചിട്ടപ്പോൾ ആ ഒരു ക്രസ്റ്റ് കണ്ടില്ലേ, ആ ഒരു ക്രിസ്പിനെസ്സും അതുപോലെ അകത്തെ ആ സോഫ്റ്റ് മീറ്റ് നമുക്കിവിടെ ആ ഒരു ലെയറിങ് നമുക്കിവിടെ കാണാം. നല്ല രസമുണ്ട്. അതുപോലെ ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ്, നമ്മൾ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ ടൊർട്ടിയാണ്. ടാക്കോ ഉണ്ടാക്കാനായിട്ട് സാധാരണ എടുക്കുന്ന ടൊർട്ടിയാണ്. ടൊർട്ടിയ ഇല്ലെങ്കിൽ ചപ്പാത്തി വെച്ച് നമുക്ക് അത് റിപ്ലേസ് ചെയ്യാവുന്നതാണ്. വേറൊരു ഫ്ലേവർ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ടാക്കോ ബിൽഡ് ചെയ്തെടുക്കാനുള്ള എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഇത് കാർണീറ്റ നമ്മൾ നേരത്തെ റെഡിയാക്കി കാർണീറ്റ ഒന്ന് പാനിൽ റെഡിയാക്കി എടുത്തത് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മീറ്റിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടോ നിങ്ങൾ? കണ്ടോ, ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ ആ സോഫ്റ്റ്നെസ്സും എല്ലാം ജ്യൂസി ആയിട്ട് അപ്പം ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗാർണിഷ്മെൻറ്റ്സ്, സവോളയും മല്ലിയിലയാണ്. അതുപോലെ നമ്മുടെ നാരങ്ങായും ഇച്ചിരി സാൽസായും കൂടെ ഒന്ന് പിടിച്ചിട്ട് അടിപൊളി. എന്നിട്ട് നമുക്കിതേ നമ്മളൊന്ന് മടക്കിയെടുത്താൽ അതാണ് ടാക്കോ. ആ മല്ലിയിലയുടെ ഫ്രഷ്നെസ്സും സവോളയും അതുപോലെ ചെറിയൊരു ലൈമിൻ്റെ കിക്കും പിന്നെ ആ മീറ്റും ഭയങ്കര സോഫ്റ്റ്നെസ്സും ക്രിസ്പിനെസ്സും ഒക്കെ ആയിട്ടൊരു പ്രത്യേക ഒരു വൈബാണ്. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം. തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി വേണമെങ്കിൽ ടൈപ്പ് ചെയ്യുക, ഞങ്ങളത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവർക്കും വലിയൊരു നന്ദി. താങ്ക് യു.